പി.വി. അൻവർ എം.എൽ.എ. ആണ് ADGP M.R. അജിത് കുമാറിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണം ഉന്നയിച്ചത്. കവടിയാറിലെ ഭൂമി ഇടപാടും വീട് നിർമ്മാണവും അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതും ഭരണപക്ഷ എം.എൽ.എ. ആയ പി.വി. അൻവർ തന്നെ. എന്നിട്ടും വിജിലൻസിന്റെ കൈകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ADGP M.R. അജിത് കുമാറിനെതിരെ പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തൽ കൂടാതെ 2 പരാതികൾ നേരിട്ട് വിജിലൻസ് ഡയറക്ടർക്കും ലഭിച്ചിരുന്നു. ഈ പരാതികളിൽ കഴമ്പുണ്ടോ എന്ന പരിശോധന ഇപ്പോഴും വിജിലൻസിൽ തുടരുകയാണ്. ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബും M.R. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. എന്നാൽ ADGPക്കെതിരെ തൽക്കാലം അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് വിജിലൻസ്. സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ കണ്ണടച്ചിരിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. പുറത്തുവന്ന ആരോപണങ്ങളിൽ DGP തല അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന് സമാന്തരമായി മറ്റൊരു അന്വേഷണം വേണ്ടെന്ന വിശദീകരണമാണ് വിജിലൻസ് നൽകുന്നത്. നിലവിൽ പരാതികളിൽ നടക്കുന്ന പരിശോധന പൂർത്തിയായാൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും. അതിലും സർക്കാർ നിർദ്ദേശം അനുസരിച്ച് മതി തുടർ നടപടി എന്നാണ് വിജിലൻസിന്റെ ആലോചന. എല്ലാം മുഖ്യമന്ത്രിയുടെ ഇംഗിതം പോലെ എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് വിജിലൻസ്. DGP തല അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ചാകാം ADGPക്കെതിരായ നടപടിയെന്നാണ് തുടക്കം മുതലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിലപാട്. വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിലും ഇതേ സംരക്ഷണം തുടരുകയാണ്. ക്രമസമാധാന ചുമതലയിലിരിക്കുന്ന സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. സമീപകാലം വരെ ചില പ്രത്യേക പരാതികളിൽ ക്വിക്ക് വെരിഫിക്കേഷനും കേസെടുപ്പുമൊക്കെയായിട്ടും മിടുക്ക് കാട്ടിയിരുന്ന വിജിലൻസാണ് ഇപ്പോൾ അനങ്ങാതിരിക്കുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.